നമസ്കാരം. നമുക്കറിയാം മഴക്കാലം തുടങ്ങി, രോഗങ്ങളും വരാനുള്ള സമയമായി. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് മരുന്നുകൾ ഈ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന നിലവേമ്പ് കുടിനീര, അതായത് ഇത് രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിൻ്റെ ബലം കൂട്ടുന്നു. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നിലവേമ്പ്, അതായത് കിരിയാത്ത്, ലിവർ, കരളിനെ ശുദ്ധീകരിക്കുന്നു. ഇതിൻ്റെ ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി വൈറൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഡെങ്കു, ടൈഫോയിഡ്, ഇൻഫ്ലുവൻസ, മലേറിയ, ചിക്കൻ ഗുനിയ, മറ്റു വൈറൽ ഫീവറിനെ ഒക്കെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും സഹായിക്കുന്നു. കൂടാതെ ഇതിലെ രാമച്ചം, ചന്ദനം ഒക്കെ ശരീരം തണുപ്പിക്കുന്നു. ഇരുവേലി രക്തം ശുദ്ധിയാക്കുന്നു. അതുപോലെ യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുന്നു. കാട്ടുപടവലം രക്തശുദ്ധിക്ക് സഹായിക്കുന്നു. മുത്തങ്ങ ആണെങ്കിലോ ദഹനശക്തിക്കും വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തടയുന്നു. ചുക്ക്, കുരുമുളക് കഫദോഷത്തെ ശമിപ്പിക്കുന്നു. പർപ്പടാകം യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുന്നു, ശരീരം തണുപ്പിക്കുന്നു. ഇത്രയധികം ഗുണങ്ങളുള്ള നിലവേമ്പ് കുടിനീർ ഈ കാലത്ത് വെറും വയറ്റിൽ ദിവസവും കഴിക്കുന്ന രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു, ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു. രോഗം വന്നാലും ഒരുപാട് കോംപ്ലിക്കേഷനിലോട്ടൊന്നും പോകാതെ രോഗശാന്തി നൽകുന്നു. അതിനാൽ ഈ മഴക്കാലത്ത് നിലവേമ്പ് കുടിനീർ ഒരു ശീലമാക്കുക. അടുത്തതായിട്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ചൂർണ്ണമാണ്, അതായത് ത്രികടുക് ചൂർണം. ചുക്ക്, കുരുമുളക്, തിപ്പിലി ഇവയാണ് ത്രികടുക്. ഇവ തുല്യ അളവിലെടുത്ത് ഉണക്കി പൊടിച്ചാണ് ത്രികടുക് ചൂർണം പ്രിപ്പയർ ചെയ്യുന്നത്. മഴക്കാലത്ത് ശരീരത്തിലെ വാത കഫദോഷങ്ങൾ കൂടി നിൽക്കുന്നു. ഇത് ശമിപ്പിക്കാൻ ഈ ദോഷങ്ങളെ സന്തുലിതാവസ്ഥയിൽ എത്തിക്കാൻ ത്രികടുക് ചൂർണത്തിന് സാധിക്കുന്നു. ശരീരബലം, ദഹനശക്തിയൊക്കെ കൂട്ടി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. കഫദോഷ ആധിക്യത്താൽ ഉണ്ടാകുന്ന ജലദോഷം, ചുമ, ശ്വാസം മുട്ടൽ, മറ്റു പല അലർജികൾ കൂടാതെ ദഹന സംബന്ധമായ വിശപ്പില്ലായ്മ, മലബന്ധം, ഗ്യാസ് ട്രബിൾ തുടങ്ങിയ പ്രശ്നങ്ങളും കൂടാതെ വാദസംബന്ധമായ സന്ധിവേദന, നീര്, പലതരം ചർമ്മരോഗങ്ങൾ തുടങ്ങിയവയുടെ ചികിത്സയ്ക്കും ത്രിഫല ചൂർണം ഉപയോഗിക്കുന്നു. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ പറ്റിയ അടുത്ത മരുന്നാണ് നെല്ലിക്ക ലേഹ്യം. പേര് പോലെ തന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നെല്ലിക്കയാണ്. നെല്ലിക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. വൈറ്റമിൻ സിയുടെ ഏറ്റവും സമ്പന്നമായ പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ ഒന്നാണ് നെല്ലിക്ക. വൈറ്റമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ആരോഗ്യമുള്ള ചർമ്മത്തിനും സന്ധികൾക്കും കൊളാജൻ രൂപീകരണത്തിനും സഹായിക്കുകയും ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് ദഹനം മെച്ചപ്പെടുത്തുന്നു, കൊളസ്ട്രോൾ കുറയ്ക്കുന്നു, രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു, അമിതമായിട്ടുള്ള BP കുറയ്ക്കുന്നു, ധമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നെല്ലിക്ക ലേഹ്യം ഡയബറ്റിസ്, കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർ കഴിക്കാൻ പാടില്ല. അവർ നെല്ലിക്ക അടങ്ങിയിട്ടുള്ള ത്രിഫല ചൂർണം പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്നതാവും ഉചിതം. എന്നാൽ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും അടിക്കടിയുള്ള പനി, ജലദോഷം, ശ്വാസതടസ്സം, ചുമ തുടങ്ങിയ കഫരോഗങ്ങൾ വരാതിരിക്കുന്നതിനും നെല്ലിക്ക ലേഹ്യം സ്ഥിരമായി കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ 3 മരുന്നുകളും, അതായത് നിലവേമ്പ് കുടിനീർ, ത്രികടുക് ചൂർണം, നെല്ലിക്ക ലേഹ്യം, ഇവ 3ഉം ഓൺലൈനായിട്ട് കിട്ടാൻ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക.